അപ്പൊ മനസ്സിനെ സൃഷ്ടിച്ചു തമ്പുരാൻ കർത്താവ്. പക്ഷെ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ ബുക്ക് പുള്ളി തന്നില്ല. എന്താണ് ഇൻസ്ട്രക്ഷൻ ബുക്ക്? ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്. ന്യൂറോ എന്ന് പറഞ്ഞാൽ മനസ്സ്, ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ഓടുന്ന ചിന്തകൾ, പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ മനസ്സിനെ പ്രോഗ്രാം ചെയ്യുക. അപ്പൊ എന്തിനാ മനസ്സിനെ പ്രോഗ്രാം ചെയ്യുന്നത്? തലച്ചോറ് മാത്രമേ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, സ്വർഗത്തിലാ ജീവിക്കുന്നെങ്കിൽ. നമ്മുടെ എല്ലാ കാര്യങ്ങളും നടത്തി തരുന്നത് ബ്രെയിനാണ്. ഒരു കുഴപ്പമില്ല, നമ്മൾ കയറി ഉടക്കുന്നില്ല. പക്ഷെ ഇവിടെ ഭൂമിയിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇതേ ഉച്ചകഴിഞ്ഞ് വൈകുന്നേരം 6 മണിക്ക് സീരിയൽ തുടങ്ങിയില്ലേ? സ്വർഗത്തിൽ സീരിയലില്ലല്ലോ. അപ്പൊ പ്രാർത്ഥനയുടെ നേരമാണ്. ബ്രെയിൻ പറഞ്ഞു, ബ്രെയിൻ ഒരു ക്ലോക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, പ്രാർത്ഥന ഇതിനകത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ 7:30 8 മണിയായപ്പം പ്രാർത്ഥനയുടെ അടിച്ചവിടെ ഉടനെ മൈൻഡ് കയറി ഉടക്കി. പ്രാർത്ഥന പിന്നെ ചെല്ലാം, ഇപ്പൊ സീരിയൽ കാണാൻ പറ്റും. ഇത് മനസ്സ് വന്നുകൊണ്ടാ. മനസ്സില്ലേ ഒരു കുഴപ്പമില്ല. സ്വർഗത്തിൽ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. തമ്പുരാങ്കർത്ത ഏത് നേരം നിന്റെ മുമ്പിലായിരിക്കുന്നത്. അവിടെ പ്രാർത്ഥനയുടെ ആവശ്യമില്ല. ഇവിടെ നിന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം എന്നുണ്ടെങ്കിൽ മനസ്സിനെ ഇട്ട് എങ്ങനെയാ നിർബന്ധിപ്പിക്കണം. മനസ്സെ നീ പറ, ഇവനോട് TV നിർത്തിയിട്ട് പ്രാർത്ഥിക്കാൻ പറ. ഇതാണ് മനസ്സിന്റെ പണി. അപ്പൊ നമ്മുടെ മനസ്സിൽ എല്ലാ പ്രോഗ്രാം നമ്മൾ കയറ്റി വെച്ചു. എന്നാണ്? ജനിക്കുന്നതിന് മുമ്പിലേ കയറ്റി വെച്ചു. അതെങ്ങനെയാ കയറിയെന്നൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, അത് വലിയൊരു സ്റ്റോറിയാണ്. അപ്പൊ ഈ പ്രോഗ്രാം എന്തൊക്കെയാണ്? എൻ്റെ ശരീരത്തിനെ സുഖിപ്പിക്കുന്ന രീതിയിലുള്ള പ്രോഗ്രാംസ് ആണ് കയറ്റി വെച്ചിരിക്കുന്നത്. നമ്മുടെയൊക്കെ ലക്ഷ്യം അങ്ങനെയാണല്ലോ, എനിക്ക് പ്ലഷർ കിട്ടണം. അപ്പൊ എനിക്ക് പ്ലഷർ കിട്ടാവുന്ന രീതിയിൽ കൂടെയാണ് പ്രോഗ്രാംസ് മുഴുവൻ കയറ്റി വെച്ചിരിക്കുന്നത്. പ്ലഷർ എന്ന് പറഞ്ഞാൽ എന്തും. ഒരാള് ഞാൻ ഇഷ്ടപ്പെടാത്ത രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും. പക്ഷെ എനിക്ക് പ്ലഷറാണ് വരേണ്ടത്. പക്ഷെ ദേഷ്യം വരുമ്പോഴാണ് എനിക്ക് പ്ലഷർ വരുന്നത്. അവനോട് 2 എണ്ണം ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ, ഇല്ലേ? അതാണ് പ്ലഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരാള് ഞാൻ പറയുന്ന പോലെ പ്രവർത്തിച്ചില്ലെങ്കിൽ അവനോട് ഞാൻ ദേഷ്യപ്പെടും. എനിക്കൊരു സന്തോഷം കിട്ടി. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രോഗ്രാം. ഇതിനകത്ത് ചില ആൾക്കാരൊക്കെ പറഞ്ഞില്ലേ, സ്കൂൾ കുട്ടികളെ ഞാൻ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ ഞാൻ ദേഷ്യപ്പെടും. എന്തിനാ ദേഷ്യപ്പെടുന്നത്? ദേഷ്യപ്പെട്ടാൽ എനിക്കൊരു ഉഷാറുണ്ട് അതിനകത്ത്. ഐ ആം സംതിങ് എന്നുള്ള തോന്നലൊന്നും, ഞാൻ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ പ്രഷർ ടാക്ടിക്സ് അതൊരു പ്ലഷറിന്റെ ഭാഗമാണ്. ഈ പേരൻസൊക്കെ പിള്ളേരെ പിടിച്ച വഴക്ക് പറയും, അടിക്കുകയൊക്കെ ചെയ്യുമ്പം ദേ ആർ ഗെറ്റിംഗ് എ പ്ലഷർ. 4 പേരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കാമല്ലോ, ഞാൻ പറയുന്ന പോലെയാണ് എൻ്റെ പിള്ളേർ അനുസരിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ മുഴുവൻ കയറ്റി വച്ചിരിക്കുന്നത് ഒരു സോ കോൾഡ് പ്ലഷറിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് ആണ് കയറ്റി വെച്ചിരിക്കുന്നത്, എല്ലാ കാര്യത്തിലും. അപ്പൊ അത് പ്ലഷർ അല്ല, അത് പെയിനായിട്ട് മാറുന്ന വിവരം നമ്മൾ മനസ്സിലാകുന്നില്ല, ഇല്ലേ? നിങ്ങൾ എല്ലാവരുടെയും ദേഷ്യപ്പെടുവോ? ദേഷ്യപ്പെടുന്ന ഒരു ഉദാഹരണം മാത്രം. സങ്കടപ്പെടുന്നത്, അസൂയപ്പെടുന്നത്, വെറുക്കുന്നത്, എല്ലാത്തിൻ്റെയും കിട്ടുന്ന ഒരു പ്ലഷറാണ്. അസൂയപ്പെടുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു പ്ലഷറാണ്. പക്ഷെ അതിൻ്റെ മറ്റേ വശത്തൊരു പെയിനുണ്ട്. വി ആർ ഡിസ്ട്രോയിങ് അവർ സെൽഫ്. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മുടെ ശരീരത്തിൽ വരുന്ന എല്ലാ അസുഖങ്ങളുടെയും കാരണം ഈ സോ കോൾഡ് പ്ലഷറിന്റെ പിറകെ പോകുന്നതുകൊണ്ടാണ്. അപ്പൊ നമ്മളെ വാസ്തവത്തിൽ നശിപ്പിക്കുന്നത്, സഫർ ചെയ്യിപ്പിക്കുന്നത് മുഴുവൻ ഈ പറഞ്ഞ
പ്രോഗ്രാംസ് ആണ്, പഴയ പ്രോഗ്രാംസ്. എനിക്കൊരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് എന്താണ്? അപകടം സംഭവിച്ചു എന്നുള്ള അംഗീകരിക്കല്ല ചെയ്യുന്നത്, ഉടനെ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുക ചെയ്യുന്നു. എന്തുകൊണ്ട് ദൈവം ഇത് എനിക്ക് വരുത്തി? ക്വസ്റ്റ്യൻ ചെയ്യുക. ആരെയും കിട്ടാതെ വരുമ്പോഴാണ് ദൈവത്തിനെ വഴിക്കുന്നത്. ഇല്ലെങ്കിൽ കോർപ്പറേഷൻ ഇവിടെ വഴികൾ മുഴുവൻ കട്ടറാക്കി ഉണ്ടാക്കി വെച്ചതിന്റെ പേരിലല്ലേ എൻ്റെ വണ്ടി അവിടെ മറിഞ്ഞത്? ഇതുപോലത്തെ ഡ്രൈവർമാരെ വണ്ടിക്കകത്ത് കയറ്റി വിട്ടത് കൊണ്ടല്ലേ അവര് ഇതുപോലെ ഓടിക്കുന്നത്? മൊത്തം കംപ്ലൈൻ്റ് ആണ്. ഈ കംപ്ലൈൻ്റ് ആണ് നമ്മുടെ പ്രോഗ്രാം. ആക്ച്വലി ഇതിനകത്ത് വി ആർ സഫറിങ്, ഇല്ലേ? ദേഷ്യം വരുമ്പോൾ യു ആർ സഫറിങ്. ദേഷ്യം വന്ന് കലി കയറിയിട്ട് ശരീരമെല്ലാം വിറച്ച് അടുത്ത ലെവലിലേക്ക് കടന്നു, ചീത്ത പറഞ്ഞു, അടുത്ത ലെവലിലേക്ക് കടന്നു, അടിയുണ്ടാക്കി. എല്ലാം ചെയ്യുന്നത് സഫറിങ്ങിന്റെ ഭാഗമാണ്. ദേഷ്യം വരുന്നത് നിങ്ങൾക്ക് ആരെങ്കിലും സന്തോഷമായിട്ട് തോന്നുന്നുണ്ടോ? ഇതിന്റെ പേരാണ് സഫറിങ്. മൊത്തത്തിൽ സഫറിങ് ആണ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഈവന്റ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും നമ്മുടെ ജീവിതത്തിൽ. ദാറ്റ് ഈസ് ലൈഫ്. ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എപ്പോഴും ഈവൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, അനുഭവങ്ങൾ. ഈ അനുഭവങ്ങളെ നമുക്ക് മാറ്റാൻ പറ്റിയല്ല. മാറ്റാൻ പറ്റും. ഇടിവെട്ടുന്നതിനെ മാറ്റാൻ പറ്റും. വഴി നിന്നൊരു പട്ടി വരയ്ക്കുന്നതിനെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. ഒരാൾ വഴി സൈഡിൽ നിന്നുകൊണ്ട് ഒരാൾ നിങ്ങളെ ചീത്ത പറയുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? തിരിച്ച് അവനെ ചീത്ത പറയും. അതാപ്പം സംഭവിക്കുന്നു. അപ്പൊ എക്സ്റ്റേണൽ ഈവൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ പ്രകൃതി പ്രതികരിക്കുന്ന അനുസരിച്ചിട്ട് അത് നമ്മൾ സഫറിങ് ആകുമോ അതെയോ ഹാപ്പിനെസ്സിലേക്ക് കടക്കുമോ എന്നുള്ളതാണ്. ഒരാൾ ചീത്ത പറഞ്ഞു വഴി സൈഡിൽ നിന്നുകൊണ്ട്, ഉടനെ നമുക്ക് സങ്കടം തോന്നാം, ദേഷ്യം തോന്നാം, വെറുപ്പ് തോന്നാം. അതെല്ലാം പെയിനല്ലേ? എല്ലാം നെഗറ്റീവ് വികാരങ്ങളാണ്. നെഗറ്റീവ് വികാരങ്ങളെല്ലാം പെയിനാണ്. അതിൻ്റെ പേരാണ് സഫറിങ് എന്ന് പറയുന്നത്. സോ യു ഗോട്ട് ടു ചോയ്സ്. സഫർ ചെയ്യണോ അതെയോ അതിനെ അതെങ്ങനെയാണ്, ആ മനുഷ്യന്റെ സ്വഭാവം അങ്ങനെയാണ്, അയാൾ ചെയ്തത് പറയും, അത്രേ ഉള്ളൂ. സോ ഐ എം നോട്ട് സഫറിങ്, ഐ ആം അക്സെപ്റ്റിംഗ് ദ റിയാലിറ്റി ആസ് ഇറ്റ് ഈസ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പ്രോഗ്രാം എന്താണെന്ന് ചോദിച്ചാൽ സഫറിങ്ങിനെ വിളിച്ചു വരുത്തുന്ന പ്രോഗ്രാമാണ് ഇപ്പൊ കിടക്കുന്നത്. അതിനെ മാറ്റിയിട്ട് അക്സെപ്റ്റിംഗ് ദ റിയാലിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതാണ് നമ്മൾ NLP കൊണ്ട് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. എങ്ങനെയാ ചെയ്യുന്നതെന്നൊക്കെ NLP പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. പഠിച്ചവർക്ക് അറിയാമെന്ന് ഓർത്ത് നോക്കിക്കേ. പഠിച്ചിട്ടുള്ളവരുണ്ടല്ലോ. നിങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളെ ഉള്ളിൽ കിടക്കുന്ന ഒരു പ്രോഗ്രാം എനിക്ക് ദേഷ്യം വരുത്തുന്നതായിരുന്നു, എനിക്ക് സങ്കടം വരുത്തുന്നതായിരുന്നു, അസൂയ വരുത്തുന്നതായിരുന്നു, വെറുപ്പ് വരുത്തുന്നതായിരുന്നു. സോ റീപ്രോഗ്രാം ഇറ്റ്. Reinstall that program with another one which gives you happiness. അത്രയേ ഉള്ളൂ. ഇതാണ് NLPയുടെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതിന് ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എനി പ്രീസപ്പോസിഷൻ യു ക്യാൻ യൂട്ടിലൈസ്. ഒരാൾ ചീത്ത പറയുകയാണെങ്കിൽ എന്ത് പ്രീസപ്പോസിഷൻ ഉപയോഗിക്കാൻ പറ്റും? NLP പഠിച്ചവർ വരാം. There is a positive intention underlying in their behavior. അയാളെ ചീത്ത പറയുന്നതിന് അയാൾക്ക് ചില ഇന്റൻഷൻസ് ഒക്കെ ഉണ്ട്. അതിനിപ്പോൾ എനിക്കെന്ത് ചെയ്യാൻ പറ്റും?
ഓക്കെ. NLP അറിയാത്തവരോട് പറയുകയാണെങ്കിൽ പറയും വേറെ വിധത്തിൽ. NLP അറിയാവുന്നവർക്ക് ഏറ്റവും എളുപ്പം അതാണ്. He has got a positive intention, so he is telling all these things. What I can do? I can't do anything. ഓക്കെ. അതിന്റെ പേരിൽ ഞാനിപ്പോ ദേഷ്യപ്പെടേണ്ട ആവശ്യമായിരിക്കുന്നു? ദേഷ്യപ്പെട്ടുകൊണ്ട് എന്ത് പ്രയോജനമായിരിക്കുന്നത്? ഈ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ വരും, ഈ പ്രീ സപ്പോസിഷനിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു അല്ലേ? ഇതുപോലെ ജീവിതത്തിൽ എന്തെല്ലാം അനുഭവങ്ങളും ഉണ്ടാകുന്നു. ഏത് പ്രീ സപ്പോസിഷനും അവിടെ ഉപയോഗിക്കാൻ പറ്റും. പരീക്ഷയ്ക്ക് തോറ്റു കഴിഞ്ഞാൽ സങ്കടമല്ലേ വരുന്നത്? സഫറിങ് ആണ്. അപ്പൊ ഏത് പ്രീ സപ്പോസിഷൻ ഉപയോഗിക്കാം അവിടെ? സന്തോഷം വരണമെന്നുണ്ടെങ്കിൽ No failure, only feedback. ഫെയിലിയർ, there is a feedback. ഇങ്ങനെ പഠിച്ചാൽ തോറ്റു പോകുമെന്നുള്ള വിവരം എനിക്ക് മനസ്സിലായി. ഏത് ഇടയ്ക്കിടയ്ക്ക് TV ഒക്കെ കണ്ട് അവിടെ അങ്ങോട്ട് ശ്രദ്ധിച്ച് ഇങ്ങോട്ട് ശ്രദ്ധിച്ച് ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ തോറ്റു പോകുന്നുള്ള ഒരറിവ് എനിക്ക് കിട്ടി. സോ ഫ്രം ദ ഫെയിലിയർ ഐ എം ഗെറ്റിംഗ് എ ഇൻഫർമേഷൻ. അതാണ്. ആ ഇൻഫർമേഷൻ കിട്ടിക്കഴിയുമ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് പഠിക്കും. അതുപോലെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ എപ്പോഴാണ് ദേഷ്യം വരുന്നത്? ഞാൻ വിചാരിച്ച പോലെ മറ്റേയാൾ പ്രവർത്തിച്ചില്ല. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന പ്രോഗ്രാം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ വിചാരിക്കുന്ന പോലെ അയാൾ പ്രവർത്തിക്കണം അല്ലേ? അതിന് വിരുദ്ധമായിട്ടാണ് അയാൾ പ്രവർത്തിച്ചത്. എനിക്ക് ദേഷ്യം വന്നു. അപ്പൊ പുതിയൊരു പ്രോഗ്രാം കൊണ്ടുവരണം. ഞാൻ വിചാരിക്കുന്ന പോലെ എല്ലാവരും പ്രവർത്തിക്കണം നിർബന്ധമില്ല. ഒരു കുഴപ്പമില്ല. അപ്പൊ അയാൾ ഞാൻ വിചാരിക്കുന്ന പ്രവർത്തിച്ചാലും കുഴപ്പമില്ല, പ്രവർത്തിച്ചില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. അയാളെ എങ്ങനെ വേണം ജീവിച്ചോട്ടെ, എന്നെ അഫക്റ്റ് ചെയ്യുന്നേ ഇല്ല. ഐ ആം സേഫ്. ഇങ്ങനെ നമ്മളെ ദേഷ്യപ്പെടുത്തുന്ന സങ്കടപ്പെടുത്തുന്ന എന്തെങ്കിലുമൊക്കെ ഈവൻസ് ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ ആ പഴയ പ്രോഗ്രാം ഉള്ളത് കൊണ്ടാണ് നമ്മൾ നെഗറ്റിവിറ്റിയിലൂടെ പോകുന്നത്. അപ്പൊ നമ്മളൊരു പുതിയ പ്രോഗ്രാമിനെ കണ്ടെത്തും. ആ പുതിയ പ്രോഗ്രാമിനെ കണ്ടെത്താനുള്ള കഴിവ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് മൈൻഡ് മാസ്റ്ററി നമ്മൾ ചെയ്തത്. അപ്പൊ മൈൻഡ് മാസ്റ്ററി ചെയ്തിട്ടുള്ളവർക്ക് ഇപ്പൊ അറിയാം, പഴയ പോലെ അല്ല. പുതിയൊരു ചിന്തനെ ജനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ അത് മൈൻഡ് മാസ്റ്ററി തന്നെ, മനസ്സിന് പവർ ഉണ്ടായിരിക്കണം. നമ്മൾ പഠിച്ചില്ലേ എന്തുകൊണ്ടാണ് മൈൻഡിന്റെ പവറൊക്കെ നഷ്ടപ്പെട്ടു പോണത്? മനസ്സിങ്ങനെ ചാടി നടക്കാണ് ലോകത്തിൽ കൂടെ മുഴുവനും. വേണ്ടിടത്തും വേണ്ടാത്തടത്തും എല്ലാം കയറി അവൻ ഇടപെടും. ഞാനിപ്പോൾ 7ാം നിലയിലാണ് താമസിക്കുന്നത്. ഈ വഴി കൂടെ ഒരു സ്ത്രീയും പുരുഷനും കൂടെ ഒന്നിച്ച് നടന്നു പോവുകയാണ്. ഉടനെ എൻ്റെ മനസ്സെന്നോട് ചോദിക്കും, അതാരാ ഭാര്യയും ഭർത്താവുമാണ്? ചോദിക്കും. അപ്പം മൈൻഡ് പറയാം, അത് കണ്ടിട്ട് ഭാര്യയും ഭർത്താവാന്ന് തോന്നുന്നില്ല, ആങ്ങളെയും പെങ്ങളാന്ന് തോന്നുന്നു. ഉടനെ വീണ്ടും മനസ്സ് പറയും, അത് ചിലപ്പോൾ കല്യാണം കഴിക്കാത്ത കപ്പിൾസ് ഒന്നിച്ചടക്കുന്നവരായിരിക്കും. ഇത് ഇങ്ങനെ മനസ്സ് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അവരങ്ങ് നടന്നുപോയി, എൻ്റെ ജീവിതം കെട്ടപ്പോയായില്ലേ. പിന്നെ ഫുൾ ടൈം ഇത് മിക്കവാറും അത് ഇങ്ങനെയുള്ളവരായിരിക്കും. പോയി, മനസ്സ് പോയി, മനസ്സിന്റെ എനർജി പോയി. സിമ്പിൾ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ 100,000 കാര്യം TV-ക്കകത്ത് നമ്മൾ കാണുന്നു. അതാണോ ശരി? ചാനൽ ചർച്ച കേൾക്കുമ്പം 5 പേര് 5 തരത്തിൽ പറയുന്നു. ഇതിപ്പോ ഏതായിരിക്കും ശരി? ഇല്ലേ? സെൻസേഷണൽ ന്യൂസുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് മുഴുവൻ. അപ്പൊ മനസ്സ് ഇങ്ങനെ ഓടി നടക്കണം.
മനസ്സിന്റെ പവർ പോയി. നമ്മുടെ ഒരു പുതിയ ചിന്തനെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മനസ്സിന് എനർജി ഉണ്ടായിരിക്കണം. ഇന്റേണൽ എനർജി, മെറ്റാഫിസിക്കൽ എനർജി, അത് പോയി. കാരണം മനസ്സ് ഏത് നേരം ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിന്റെ സ്വഭാവം അതാണ്. അതിന്റെ പേര് നമ്മൾ അതിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ തീർന്നു. യു ആർ നോബഡി നോ. മനസ്സ് പോയി കഴിഞ്ഞാൽ നോബഡി കേഴ്സ് യു. നിങ്ങൾക്ക് ഒരു വിലയും കിട്ടാൻ പോകുന്നില്ല. ആരെങ്കിലും നിങ്ങൾക്കൊരു മാന്യത തരുമോ നിങ്ങൾ ഇങ്ങനെ പുറകെ നടക്കുകയാണെങ്കിൽ? നമുക്ക് നമ്മുടേതായ ഒരു സ്റ്റാൻഡ് ഉണ്ട്. ആ വഴി കൂടെ ആരെങ്കിലും പൊക്കോട്ടെ. സോ വാട്ട് ഈസ് മൈ പ്രോബ്ലം? ഇതാണ് ഒബ്സർവ് ചെയ്യാന്ന് പറയുന്നത്. കണ്ണിന് കാണാനുള്ള അധികാരം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അവൻ അത്രേ ചെയ്യുന്നുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് കണ്ണ് കടക്കുന്നില്ല. ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ മൈൻഡ് കയറി ഇടപെടുന്നു. എവിടെയാ പ്രോബ്ലം കിടക്കുന്നത്? എൻ്റെ മൈൻഡില്ല. ഇതിനാണ് നമ്മൾ മൈൻഡ്ഫുൾനെസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന നമ്മള് അവെയർ ആകാന്ന് പറഞ്ഞാല് ഞാൻ ഈ പറഞ്ഞ കുറച്ചുകൂടെ ഡെപ്തിലുള്ള കാര്യം ഇപ്പൊ പറഞ്ഞത്. സെൻസസ് അനുഭൂതികൾ മാത്രം കിട്ടാനാണ്. സെൻസ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് സെൻസിനൊന്നും ചെയ്യാനും പറ്റില്ല. പക്ഷെ അതിൻ്റെ പിന്നാലെ മനസ്സ് പോകും. മനസ്സൊരു ചിന്ത ക്രിയേറ്റ് ചെയ്യും. എങ്ങനെ? പഴയ പ്രോഗ്രാം വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഓൾറെഡി കിടക്കുന്ന പ്രോഗ്രാം അനുസരിച്ച് ഒരു ചിന്ത വരും. അതാണ് പ്രശ്നം. ഉടനെ ഞാൻ അറിയണം, NLP പഠിച്ചവരറിയണം, ഇങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ട്, ഈ ചിന്തയാണ് എനിക്ക് പ്രോബ്ലം തരുന്നത്. ഉടനെ നമ്മൾ ആ ചിന്തനെ ഡൈവേർട്ട് ചെയ്യല്ല, അതിനെ റീപ്ലേസ് ചെയ്യും. ആ ചിന്തയ്ക്കാണ് നമ്മൾ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ NLP കൊണ്ട് നമ്മൾ 5 ദിവസത്തെ അല്ലെങ്കിൽ 6 ദിവസത്തെ ക്ലാസ് കൊണ്ട് പഠിക്കാൻ പോകുന്ന ഹൗ ടു പ്രോഗ്രാം യുവർ മൈൻഡ് സോ ദാറ്റ് മൈൻഡ് എപ്പോഴും സ്റ്റഡി ആയിട്ടിരിക്കും. ചിന്തകൾ വന്നുകൊണ്ടിരിക്കും, പ്രോഗ്രാംസ് ഇങ്ങനെ. കാരണം ഓവർ എ പീരീഡ് ഓഫ് ടൈം, 40 വയസ്സുണ്ടെങ്കിൽ കഴിഞ്ഞ 40 വർഷമായിട്ടും പ്ലസ് 9 months അമ്മയുടെ ഉതിർത്തി കിടക്കുന്ന ടൈം കൂടിയിട്ട് 41 വർഷത്തെ എക്സ്പീരിയൻസ് അല്ലേ നമുക്കുള്ളത് നെഗറ്റീവ് പ്രോഗ്രാമിലൂടെ യാത്ര ചെയ്തതിൻ്റെ. അപ്പൊ ഞാൻ നിങ്ങളെ ആരെയും കുറ്റം പറയുന്നില്ല, നമ്മളെ ആരെയും നമ്മൾ കുറ്റം പറയേണ്ട ആവശ്യമില്ല, ഞാൻ ഉൾപ്പെടെ. കാരണം നമ്മളിങ്ങനെ ഓരോ പീരീഡ് ഓഫ് ടൈം ഈ ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് പ്രോഗ്രാമിൽ കിടക്കായിരുന്നു. അതുകൊണ്ട് എപ്പോഴും നമ്മൾ സഫർ ചെയ്തുകൊണ്ടേയിരിക്കും. സഫർ ചെയ്യാന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്തടത്തൊക്കെ ദേഷ്യപ്പെട്ട്, ആവശ്യമുള്ളിടത്ത് ദേഷ്യപ്പെട്ട്, ഇങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞ്, ഇതിൻ്റെ പേരാണ് സഫറിങ് എന്ന് പറയുന്നത്. അപ്പൊ സഫറിങ് ഇല്ലാതെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ മലയാളത്തിൽ കഷ്ടപ്പാടുകൾ, സഹനം എന്നുള്ള വാക്കാണ്. സഹനം എന്ന് പറഞ്ഞാലേ കറക്റ്റ് ആവുള്ളൂ. സഹനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ അനുഭവിക്കുന്നതിനാണ് സഹനം എന്ന് പറയുന്നത്. അതിന്റെ ഇംഗ്ലീഷ് വാക്ക് സഫറിങ് എന്നാണ്. സഫറിങ് ഇല്ലാതെ നമുക്ക് ജീവിക്കാം. എന്ത് ചെയ്യണം? അതിനെ അതായിട്ട് കണ്ടാൽ മതി. എന്താ കൊണ്ടുവരാണ്ട് പറ്റുന്നാൽ മതി. കാലൊടിഞ്ഞോ? ഒടിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്? ആശുപത്രി പോകുക, പ്ലാസ്റ്റർ ചെയ്യുക, ഓക്കെ, അത്രേ ഉള്ളൂ. ആരെങ്കിലും മരിച്ചോ? യെസ്, മരിച്ചു. ബാക്കി കാര്യം ചെയ്യുക. എന്ത് ചെയ്യണം? അതിനെ കൊണ്ട് ക്രീമേറ്റ് ചെയ്യണം, അടക്കണം, അത്രേ ഉള്ളൂ. വന്നതിൻ്റെ ബാക്കി ചെയ്യുക. ഇത് വന്നതിൻ്റെ ബാക്കി നമ്മൾ ചെയ്യുന്നതിന് പകരം മനസ്സിൽ കിടന്നങ്ങ് സഫർ ചെയ്യണം. ഏത് കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അതിനെ റെസ്പോണ്ട് ചെയ്യണം. എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം? മരിച്ച ഡെഡ് ബോഡീൻ്റെ റെസ്പോണ്ട് എന്ന് പറഞ്ഞാൽ കൊണ്ടേ കുഴിച്ചിടുക എന്നുള്ളത്. അത്രേ ഉള്ളൂ. ഇല്ലെങ്കിൽ അത് അവിടെ കിടന്ന് നാറും, പുഴുവും കയറും, ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നു. അപ്പൊ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ റെസ്പോൺസ് എന്താണ്? അതിനെ കൊണ്ട് ക്രീമേറ്റ് ചെയ്യുക, കുഴിച്ചിടുക, കബറടക്കുക,
നല്ല വാക്കുകൾ ഇങ്ങനെ ഒത്തിരി ചില വാക്കുകളൊക്കെ നമ്മൾ മാന്യമായ വാക്കുകളെന്ന് ഉപയോഗിക്കും. സത്യത്തിലെല്ലാം കുഴിച്ചിടിയിലല്ലേ, അല്ലെങ്കിൽ കത്തിച്ചുകളയല്ലേ, വേറെ എന്തെങ്കിലും അവിടെ സംഭവിക്കുന്നുണ്ട്? നമ്മൾ എന്തിനാ ഡെഡ് ബോഡിക്ക് ഒരു ബഹുമാനം കൊടുക്കുന്നത്? ഡെഡ് ആണ്, ഇറ്റ് ഈസ് ഡെഡ്. പറയും നമ്മൾ ആ ആളിനോടുള്ള ബഹുമാനം. ആ ആള് എവിടെയിരിക്കുന്നു? എവിടെയിരിക്കുന്ന ആള്? ഇപ്പൊ മരിച്ചു പോയി എന്ന് പറയുന്നത് ആരാ? ആള് പോയില്ലേ? അവിടെ കിടക്കുന്ന അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡിയല്ലേ? അതിന് എന്തെങ്കിലും ഒരു വിലയുണ്ടോ?